ഈ ഒന്ന് വേഗം നടക്ക്, ബാക്കിയുള്ളവരോടെ മേടിച്ചാവും. പിന്നെ പല്ലുവേന വന്നിട്ട് എത്ര ആളാന്നാ വീണ് ചത്ത്. നടക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. സഹദേവൻ അടിച്ചതിന് ശേഷം പല്ലിങ്ങനെ വേദനയാന്ന് തുടങ്ങി. ആ സഹദേവൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നും ജീവനോടെ. ഞാനിട്ട് എനിങ്ങളെ അടിച്ചു കൊന്നുണ്ടാവും ഞാൻ അന്ന്. ഓ ഭദ്രകാളി, ഭയങ്കര വേദനടി. ഹമേഷല്ല അത്. നിങ്ങൾ അവിടെ കിട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഈ തിരപ്പുക വണ്ടി വിളിക്കി. അവിടെ നിക്കിന്ന് ഉണ്ണിയേട്ട വരണ്ട വണ്ടിയായിട്ട്. ഡാ ഹമേഷേ, രജനിച്ചി എന്തൊക്കെയാ? എന്നേ വന്ന് കുറച്ച് ദിവസമായി ഞാൻ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചു, പിന്നെ ഓരോ തിരക്കിലായി പോയി. കണ്ടേനെ കൊണ്ട് പറഞ്ഞ അല്ലല്ല, എന്തായാലും വരൂ. ഓ കാമുകനെ കണ്ടപ്പോ എന്താ ഒരു വെപ്രാളോ. ബാക്കിയുള്ള വേദന കൊണ്ടൊരു പൊളയ്യ. പിന്നെന്തൊക്കെയാ? സുഖം. ആ അല്ലേലും കാമുകനോളം വരുവാ ഭർത്താവ്. അല്ല എന്തായി കല്യാണക്കാരൊക്കെ? ഒന്നും ശരിയായിട്ടില്ല. അല്ല പ്രായം കൂടാണ്, കൊറയല്ല. വേഗം എവിടെങ്കിലും ഒന്ന് പോയി നോക്ക്. നോക്കണം. സാവധാനം മതി, തിരക്കൊന്നുമില്ല. പിന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിട്ടില്ല ഞാനിപ്പോഴും. എനിക്കറിയടാ എന്റെ മാനസികാവസ്ഥ റെഡിയാവില്ല. ഇവളെ മനസ്സിലിട്ട് നടക്കല്ലടാ എപ്പോഴും. നിങ്ങൾ ഇത് എന്തെടുത്താന്ന് പറഞ്ഞ നാട്ടുകാർ കേൾക്കൂ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ എന്റെ കാമുക സ്നേഹം. ദിനേരേട്ടാ വേണ്ടാന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവങ്ങൾ കാണും. ഞാൻ ഇനി എന്ത് കാണാനടാ? മറ്റൊരുത്തന്റെ ഭാര്യനെ മനസ്സിലിട്ട് നടക്കലടന്ന് ആരീ? തൊള്ള തോന്നി പറഞ്ഞാണ്ടല്ലോ റോഡാണ്. ഓ കാമുകനും കാമുകനും എന്നെ ഭീഷണിപ്പെടുത്തല്ലേ? കാമുകനെ കണ്ടപ്പോ നടക്കും ഉഷിരൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി കൂടുതൽ സംസാരിച്ചല്ലേ ചെല്ല അടിച്ചാ മുട്ടി കിട്ടോ. ഇത്രയും നേരം ഞാൻ മിണ്ടാണ്ടെന്നറിയോ ഈ സ്ത്രീനെ ആലോചിച്ചിട്ടാ? ഓ സ്ത്രീ നടക്കിത് മുത്തല്ലേ? 10-15 കൊല്ലം എന്നോട് ജീവിച്ചിട്ട് കാമുകനെ കൊണ്ട് എന്നെ അടുപ്പിച്ചില്ലടി. നിന്റെ കാമുകൻ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിട്ടോ. എന്നിട്ട് വേണ്ടി നിനക്ക് ഇവളോട് കയറിയാണ് കൂടായില്ലേ? നിങ്ങൾ ഇത് എന്താറിഞ്ഞിട്ടാന്ന് പറയുന്നത്? ഇത് ആരാണ്? മഹേഷ് അല്ലടി. ഏത് മഹേഷ്? ഇത് ഹമേഷാ. നീ ഏതാ മഹേഷ്? നമ്മളെ വീടിന്റെ ഓണർ പുഷ്പേട്ടന്റെ ഏട്ടന്റെ മോനവേ. ഇത്രയും കാലം ദുബായിലേനി. ഹമേഷ് ഓ സഹദേവന്റെ മേലെ നിൽക്കൂട്ടോ. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ. ഇത്രയും കാലം നാട്ടിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒന്നും ചെയ്യാതെ വിട്ടതേ ഈ ചേച്ചി ഒരാളെ മാത്രം വിചാരിച്ചിട്ടാ. ഇനി അത് ഉണ്ടാവൂല. നാളെ തന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോളി. ഇല്ലേ പച്ചയ്ക്ക് കത്തിക്കും ഞങ്ങള്.